കൃഷ്ണ ഗുരുവായൂരപ്പ. ശ്രീകൃഷ്ണായ നമ. ശ്രീമദ് നാരായണീയം ദശകം 1. ഭഗവത് സ്വരൂപവും മാഹാത്മ്യവും. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. സാന്ദ്രാനന്ദാവബോധാത്മകം, ഇടമുറിയാത്ത കനത്ത ആനന്ദവും ജ്ഞാനവുമാകുന്ന സ്വരൂപത്തോടു കൂടിയതും അനുപമിതം, സദൃശ്യമായി മറ്റൊന്നില്ലാത്തതും കാലദേശാവധിഭ്യാം നിർമുക്തം, കാലത്തിൻ്റെ അവധിയിൽ നിന്നും ദേശത്തിൻ്റെ അവധിയിൽ നിന്നും തീരെ വേർപെട്ടതും നിത്യമുക്തം, സുഖദുഃഖാദികളുടെ സംബന്ധം മായാബന്ധം ഒട്ടുമില്ലാത്തതും നിഗമ ശതസഹസ്രേണ, അനേകം ശ്രുതിവാക്യങ്ങളാൽ നിശേഷം തികച്ചും വ്യക്തമാക്കപ്പെടുന്നതും അസ്പഷ്ടം എന്നാലും സ്പഷ്ടമല്ലാത്തതും ദൃഷ്ടമാത്രേ പുന, പക്ഷേ ഒന്ന് കണ്ടാൽ തന്നെ ഒരു പുരുഷാർത്ഥാത്മകം, അതൊരു വലിയ പുരുഷാർത്ഥമാകുന്നതുമായ തത് ബ്രഹ്മതത്വം, ആ പ്രസിദ്ധമായ ബ്രഹ്മം എന്ന പരമാർത്ഥ വസ്തു ഗുരുപവനപുരേ താവത് സാക്ഷാത് ഭാതി, ഗുരുവായൂരിൽ ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ വിളങ്ങുന്നു. ഹന്ത ജനാനാം ഭാഗ്യം, ഹാഹാ ആളുകളുടെ ഭാഗ്യം. കേവലം ഒന്നിനോടും ബന്ധമില്ലാതെ സദാ നിറഞ്ഞിരിക്കുന്ന ആനന്ദവും ജ്ഞാനവും ആകുന്ന സ്വരൂപത്തോടു കൂടിയും ഒന്നിനോടും സാദൃശ്യത്തെ കൽപ്പിക്കാൻ പാടില്ലാത്തതായും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കു സാക്ഷിയാകുകയാൽ കാലാവധിയിൽ നിന്നും എങ്ങും ആകാശം പോലെ നിറഞ്ഞിരിക്കുകയാൽ ദേശാവധിയിൽ നിന്നും വേർപെട്ടതായും അസംഖ്യങ്ങളായ വേദസാരാർത്ഥങ്ങളായ ഉപനിഷത് വാക്യങ്ങളാൽ ജ്ഞാനരൂപേണ പ്രകാശിപ്പിക്കപ്പെടുന്നതായും എന്നാൽ പരിശുദ്ധ സത്വഗുണങ്ങളല്ലാത്തവർക്ക് സ്പഷ്ടമല്ലാത്തതായും ബ്രഹ്മജ്ഞാനികൾക്ക് പരമപുരുഷാർത്ഥ സ്വരൂപത്തോടു കൂടിയതായും മായാകൃതങ്ങളായ പ്രപഞ്ചവസ്തുക്കളെ നിന്നും അന്യമായിരിക്കുന്ന ഏക പരമാർത്ഥ തത്വമായ പരബ്രഹ്മം യാതൊന്നോ അതുതന്നെയത്രേ ഗുരുവായൂർ പുരക്ഷേത്രത്തിൽ പ്രശോഭിക്കുന്നത്. ഇപ്രകാരം അതിപ്രയത്നത്താൽ തന്നെയും അതിസുലഭമല്ലാത്ത ആ പരബ്രഹ്മം ലോകാനുഗ്രഹത്തിനായിക്കൊണ്ട് ഭഗവത് വിഗ്രഹം എന്ന വ്യാജേന ശുദ്ധ സത്വസ്വരൂപത്തെ അവലംബിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്ക് ദൃഷ്ടിഗോചരമായി ഭവിച്ചിരിക്കുന്നു. ജനങ്ങളുടെ മഹാഭാഗ്യം, അത്യാശ്ചര്യം തന്നെ. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത്തന്വാ വാചാദിയാ വാ ഭജതി ബദജന ക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. ദുർലഭ്യവസ്തുന്യ അഭി, ഈ ബ്രഹ്മം ദുർലഭമായ ഒരു വസ്തുവാണെങ്കിലും ഏവം സുലഭതയാ ഹസ്തലബ്ധേ, ഇങ്ങനെ സുലഭമായിട്ടു കയ്യിൽ കിട്ടിയിരിക്കെ ജന അന്യത്തന്വാവാച, ആളുകൾ വേറെ വല്ലതിനെയും ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ദിയാവാ ബദ ഭജതി യത് ഇയം, കഷ്ടമേ ആശ്രയിക്കുന്നു എന്നത് സ്ഫുടാ ക്ഷുദ്രയാ ഏവ
സ്പഷ്ടമായ കൊള്ളരുതായ്മ തന്നെയാകുന്നു. ഏതേ വയം തു താവത്, ഈ നാമമാകട്ടെ ഇപ്പോൾ സ്ഥിരതര മനസാ, മനസ്ഥൈര്യത്തോടെ, വിശ്വപീഡാപഹത്യേ, സമസ്ത പീഡകളുടെയും അറുതിക്കായി, നിശേഷാത്മാനം ഏനം ഗുരു, സർവാത്മാവായ ഈ ഗുരുവായൂരപ്പനെ പവനപുരാധീശം ഏവ ആശ്രയാമ, തന്നെ ആശ്രയിച്ചുകൊള്ളുന്നു. സൽഗുരു ഉപദേശപ്രകാരം സദാ സമയമുള്ള ശ്രവണ സ്മരണാദികളെ കൊണ്ട് വളരെ പ്രയാസപ്പെട്ടാൽ കൂടിയും ഗ്രഹിക്കാൻ പ്രയാസമുള്ള പരബ്രഹ്മസ്വരൂപം സുലഭമായി കയ്യിൽ കിട്ടിയിട്ടും മനുഷ്യൻ ശരീരം കൊണ്ട് പൂജാ പ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്തും വാക്കുകൊണ്ട് സ്തോത്രപാരായണം ചെയ്തും മനസ്സുകൊണ്ട് ധ്യാനാദികൾ ചെയ്തും അന്യദൈവത്തെ ഭജിക്കുന്നത് കഷ്ടം തന്നെ. എന്നാൽ ഞാനാകട്ടെ അന്യപദാർത്ഥങ്ങളിൽ സഞ്ചരിക്കാത്ത സ്ഥിരചിത്തത്തോടുകൂടി ബ്രഹ്മാവിഷ്ണു മഹേശ്വര സ്വരൂപനും സർവദേവമയന്മനുമായ ഇരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പനെ തന്നെ സംസാര ദുഃഖത്തിൻ്റെ നിവൃത്തിക്കായി ആശ്രയിക്കുന്നു.